നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള 3 സർബത്തുകളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ സർബത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നറുനീണ്ടി സിറപ്പ് അല്ലെങ്കിൽ നന്നാറി സിറപ്പ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടുള്ള സർബത്തുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കിട്ടാറുള്ള നന്നാറി സർബത്ത്. അപ്പോൾ അത് ലൈമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരാൾക്കുള്ള സെർവിങ് നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ്, അതിലേക്ക് കുറച്ച് നന്നാറി സിറപ്പ് ചേർക്കാം. നന്നാറി സിറപ്പ് ചേർക്കുന്ന എപ്പോഴും നമ്മുടെ മധുരത്തിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് എത്ര മധുരം വേണോ അനുസരിച്ച് ചേർക്കുക. ഇനി ഇത് ഒന്നുകിൽ സോഡ ഉപയോഗിക്കുക അല്ലെങ്കിൽ വെള്ളം ചേർത്ത് ടോപ്പ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇടാം. വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ചേർക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് കസ്കസും ബോഡിയെ കൂളാക്കുന്ന കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ്. കസ്കസ് നല്ലതാണ്. ഒരു മിനിറ്റും കൂടി ഇട്ട് സെർവ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് പാൽ സർബത്ത് ചെയ്യാം. ചില സ്ഥലങ്ങളിലൊക്കെ പാൽ സർബത്ത് വളരെ പോപ്പുലറാണ്. അപ്പോൾ പാൽ സർബത്ത് നമ്മൾ നറുനീണ്ടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതൊരു 450 ml പാലാണ്, 480 ml. ഇതിലേക്ക് നന്നാറി സിറപ്പ് അല്ലെങ്കിൽ നറുനീണ്ടി സിറപ്പ് ചേർക്കാം. മധുരം അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ടേസ്റ്റ് ചെയ്തപ്പം ഫ്ലേവർ ഇച്ചിരി കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചേർക്കാം. മധുരം കുറവാണ്. 3 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുക. വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് നറുനീണ്ടിയും കൂടെ ചേർക്കാം. ഇത് നമ്മുടെ പാൽ സർബത്ത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജിഞ്ചർ ലൈം സർബത്താണ്, നറുനീണ്ടി സിറപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പം അതിനായിട്ട് മിക്സി ജാറിലേക്ക് ഇതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതിനൊപ്പം തന്നെ ഞാൻ ചെറിയൊരു മുളകിൻ്റെ ഒരു അറ്റം ഭാഗം എടുത്തിട്ടുണ്ട്. കാന്താരി മുളകാണെങ്കിൽ ഒരു ചെറുത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു കഷ്ണം പച്ചമുളക്, മിൻറ്റ് ലീവ്സ് കുറച്ചല്ല, 2-3 ഇല. ഇതിലേക്ക് നറുനീണ്ടി സിറപ്പ് ചേർക്കാം. മധുരത്തിന് ആവശ്യത്തിന് ചേർക്കുക. ഇതിന് അരയാൻ ആവശ്യത്തിന് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തു. നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ലൈം ജ്യൂസ് ചേർക്കാം. ആദ്യം ഇതിലേക്ക് ഈ മിക്സ്ചർ ഒന്ന് അരിച്ചൊഴിക്കാം. കുറച്ച് മിൻറ്റ് ലീവ്സ് കൂടി ഇടുകയാണ്. അതിലേക്ക് കാണാനൊരു ഭംഗിക്ക് ഒരു ലൈം സ്ലൈസ് ഇടുകയാണ്. അത് കാണാൻ ഭംഗി മാത്രമല്ല, നമുക്ക് ലൈമിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് കൂടി ഇടാം. സോഡ ഒഴിച്ച് ടോപ്പ് ചെയ്യാം.
അപ്പോൾ ഈ ജിഞ്ചർ ലൈം സർബത്തിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടി ഇട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നറുനീണ്ടി സിറപ്പ് ഉപയോഗിച്ച് നമ്മൾ 3 സർബത്തുകളാണ് ചെയ്തേക്കുന്നത്. പാൽ സർബത്ത്, പിന്നെ നറുനീണ്ടി സർബത്ത്, പിന്നെ ജിഞ്ചർ ലൈം സർബത്ത്. നല്ല ടേസ്റ്റിയാണ്. ഈ ചൂട് സമയത്ത് കുടിക്കാൻ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള 3 ഡ്രിങ്കുകളാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.